വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ സോൾട്ട് ആൻഡ് പേപ്പർ. നിങ്ങളുടെ ചാനൽ പുതിയതായിട്ടാണെങ്കിൽ എൻ്റെ പേര് റാണി. ഇന്ന് നമുക്ക് നല്ലൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. ഇതിപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും കുറേ പേരെങ്കിലും ഉണ്ടാക്കാതിരിക്കത്തില്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് ഒരുപാട് നാളുകളായെന്ന് തന്നെ പറയാം. നമുക്കൊരു 4 മണി പലഹാരമായിട്ട് ഇത് ഉപയോഗിക്കാം. നമ്മൾ പണ്ട് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അമ്മമാരുണ്ടാക്കി തന്നുകൊണ്ടിരുന്നതാണ് നമ്മുടെ കലക്കിച്ചുട്ട അപ്പം. അതിനകത്ത് നമ്മൾ മധുരമൊക്കെ വെച്ചുണ്ടാക്കുന്ന ഒരപ്പമായിരിക്കും നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഓർമ്മ പുതുക്കലായിട്ട് നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഇതിനാവശ്യമായത് മൈദ, നിങ്ങൾക്ക് ഗോതമ്പൊടി വേണേലും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച പ്ലെയിൻ ഫ്ലോർ ആണിത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറിയ മുട്ട ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എന്ത് വാങ്ങിയാലും ഒരു ശക്കല മഞ്ഞപ്പൊടി, ഒരു തരി മഞ്ഞപ്പൊടി ഇട്ടിലൊരു ആശ്വാസക്കുറവ് പോലെയാണ്, അതുകൊണ്ട് മാത്രം കേട്ടോ, അല്ല ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടേസ്റ്റുകളൊക്കെ ബാലൻസ് ചെയ്യാൻ ഒരു ശക്കലം ഷുഗർ ചേർക്കുന്നത് നല്ലതായിരിക്കും. ആ ഷുഗറിൻ്റെ മധുരം ഒന്നും എടുത്ത് നിൽക്കത്തില്ല കേട്ടോ. എല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും പഞ്ചസാരയും എല്ലാം, പഞ്ചസാരയൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഞാൻ ചേർക്കുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു എന്താ പറയുന്നത്, ഒരു ബാലൻസിങ് വരും അവിടെ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിൽക്കണം, നമ്മുടെ മാവ് കട്ട കെട്ടാതെ നല്ല നീണ്ടിരിക്കുന്നൊരവസ്ഥയാണ് നമുക്ക് വേണ്ടത്. ഞാൻ അതിൻ്റെ കൺസിസ്റ്റൻസി എന്തായാലും നിങ്ങളെന്ന് കാണിച്ചു തരാം. കട്ട പിടിക്കാൻ ഏറ്റവും നല്ല നമ്മുടെ കൈ തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരും കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇത് കണ്ടത് ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, നല്ല ക്രീമി ആയിട്ടൊരു കൺസിസ്റ്റൻസിയാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. നല്ല ടയഞ്ഞ ഒരു കൺസിസ്റ്റൻസി, എന്നാൽ മാത്രം നമുക്ക് നല്ല തിന്നായിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ആൾ ഇവിടെ റെഡി ആയിട്ടിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ അപ്പത്തിനകത്ത് നമ്മൾ വെക്കുന്ന സംഭവമാണ് ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കുവാൻ പോകുന്നത്, ആ സ്വീറ്റ്സ് കേട്ടോ. അതിന് വേണ്ടി തേങ്ങ ഇവിടെ ചിരണ്ടിയതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ നല്ല ജീരകവും ഇച്ചിരി ഏലക്കായും കൂടെ പൊടിച്ചതാണ് കാണുന്നത് കണ്ടോ. ഇനി മധുരത്തിന് നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. ഇവിടെ കൂടുതലും സുരേഷിന് ഇഷ്ടം ശർക്കരയാണ്, ശർക്കരയാണ് ഇവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. ഓക്കെ, ശർക്കര ഇങ്ങനെ ചിരണ്ടി ഞാൻ ചേർക്കുന്നത് കണ്ടോ. ആ ചൂടെല്ലാം ഇതങ്ങ് അലുത്തോളും, പാനിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശർക്കര എല്ലാം ചുരണ്ടി ഇട്ടിട്ട് ഇനിയിപ്പോൾ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല മണമാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ ജീരക ഏലക്ക അങ്ങനെ വരുമ്പോൾ അവസ്ഥ. നമ്മുടെ കോഴിക്കോട്ട ഉണ്ടാക്കിയ പോലെ തന്നെയാണ് ഇത് ടേസ്റ്റ് വരാൻ പോകുന്നത്. അത്രയും കഷ്ടപ്പാടൊന്നുമില്ല, ഭയങ്കര എളുപ്പമാണ്. ഇതേവരെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഇനി ഒരുപക്ഷെ നിങ്ങൾ മറന്നുപോയ കാര്യങ്ങളാണെങ്കിൽ ഇതൊന്ന് ഓർമ്മപ്പെടുത്തലായിട്ട് നിങ്ങൾ ഇതിനെ കൂട്ടിയാൽ മതി. രാവിലെ ഡോറ് തുറക്കുവാൻ വേണ്ടി അപ്പുറത്തെ പൂച്ച വേലിയെ കയറിയിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പം ഒരു കൈ അനങ്ങിയാൽ മതി, അവളിപ്പോൾ പാഞ്ഞ് ഡോറിൻ്റെ അടുത്തോട്ട് ഓട്ടമുണ്ട്. എല്ലാവരും നോക്കിയിരിക്കുക ആരാണ് ഡോറ് തുറക്കുന്നത്. ഡേ നഷേദി കേൾക്കത്തില്ല, ഇപ്പോൾ കണ്ടോളെ, കൈ അനങ്ങിയാൽ മതി, അത്രയ്ക്ക് ശ്രദ്ധയാണ്. ഇനി നമ്മൾ അവളെ ശ്രദ്ധിച്ചു എന്ന് കണ്ടാൽ പിന്നെ അവിടെ അടുത്ത ലക്ഷ്യം ആ ഡോർ ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്, പുറകിലത്തെ ഡോറ്, അതിലോട്ടാണ് നോട്ടം. ഇനി ഞാനിവിടെ നിന്ന് ചെറുതായിട്ട് മൂവ് ചെയ്യുന്ന കാണിക്കാം, അപ്പോൾ അവിടെ അനക്കം കണ്ടോണേ. സംഭവം എത്തി കഴിഞ്ഞു. ഇവിടെ ഞാൻ എന്നെ എടുക്കണം, ഈ നിഷേധി മറിയാമേനെ ആൻറ്റി മൊച്ചറിയും, ആൻറ്റി മൊച്ച. അപ്പോൾ നമ്മുടെ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്, നമ്മുടെ ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇച്ചിരി ബട്ടറാണ് തൂത്ത് കൊടുക്കുന്നത്, അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് എണ്ണ ഉപയോഗിച്ചാലും മതിയാവും കേട്ടോ. നമുക്ക് നമ്മുടെ ഈ അപ്പം ഒന്ന് ചുട്ട് കൊടുക്കാം. ഇത് പെട്ടെന്നാവും കേട്ടോ, നോക്കി നിൽക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തൊന്നും വെച്ച് എന്നാ പറയുന്നത്, സ്വീറ്റ്സ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും വെക്കണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാലും നല്ലതാണ്. ഇത്രേ ഉള്ളൂ, ഭയങ്കര ഫാസ്റ്റാണ് പരിപാടി. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ സ്വീറ്റ്സ് കൂടെ വെച്ച് കൊടുക്കാം. തേങ്ങ ഇങ്ങനെ ഒരു സൈഡിൽ നമുക്ക് ഇട്ട് കൊടുക്കാം, ഈ ശർക്കര എല്ലാം കൂടെ കണ്ടോ. ഇതിപ്പോൾ അലക്കും ചൂടടിച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് ചുരുട്ടിയെടുക്കാൻ പോവാണ്. ഞാൻ എൻ്റെ കൈ കൊണ്ടൊക്കെ അഭ്യാസം കാണിക്കുന്നുണ്ട്, നിങ്ങളിതൊന്നും നോക്കണമെന്നില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോണം കേട്ടോ. ഇത് ഞാനിന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കാം, പിന്നെ അനങ്ങാതിരിക്കും. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചുരുട്ടി കൊടുക്കുന്നതല്ലേ ഇഷ്ടം, അവർ ചുരുട്ടി വെച്ച് കഴിച്ചോളും. അപ്പോൾ ഇനി ബാക്കിയുള്ളവരെല്ലാം ഞാനൊന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. സംഭവം കണ്ടോ, എന്നെ പേപ്പർ തിൻ പോലാണ് നമ്മൾ ഉണ്ടാക്കിയത്, നിങ്ങൾ കണ്ടല്ലോ കണ്ടോ, വളരെ തിന്നായിട്ടാണ് ചെയ്തേക്കുന്നത്. എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. വളരെ തിന്ന, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും, കൊടുക്കണം കേട്ടോ, ഉണ്ടാക്കി കൊടുക്കുക.
നിങ്ങൾക്ക് പഞ്ചസാര ഉപയോഗിക്കാം, അല്ലെങ്കിൽ ശർക്കര ഉപയോഗിക്കാം. എനിക്ക് ശർക്കരയാണ് ഇവിടെ ഇഷ്ടം. സൂപ്പറായിട്ടുണ്ട്, വളരെ തിന്നാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.